സാർ നമസ്കാരം. നമസ്കാരം. CPI CPM പോര് മുറുകുന്നു. അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPIയിൽ ഉണ്ടായിട്ടുള്ള പോര് മറനീക്കി പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം LDF കൺവീനർ TP രാമകൃഷ്ണൻ CPIയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി CPMന് കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തോട് TP രാമകൃഷ്ണൻ പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. സമയമെടുത്തോളൂ, കുഴപ്പമില്ല, പക്ഷേ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ ഒരു തീരുമാനമായതിന് ശേഷം മാത്രമാണ് ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകുക, അതായത് ഇടതുപക്ഷം എന്ന രീതിയിൽ സഭയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തീരുമാനം അറിയിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ. പാർലമെന്ററി പാർട്ടി യോഗം CPI കൂടാതെ ചേരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് CPI ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ CPI കൂടാതെ യോഗം ചേരാൻ പറ്റാത്തതിൻ്റെ പേരിൽ CPM ആ യോഗം ചേർന്നു എന്നുള്ളതാണ്. അവിടെയും CPI കൃത്യമായി പ്രതിരോധം അറിയിച്ചിരിക്കുന്നു. ഇനി ഇടതുപക്ഷം എന്ന രീതിയിൽ മുന്നോട്ട് ഒരുമിച്ച് പോകണം എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് കിട്ടണം, അത് അവകാശമാണ്. കീഴ്വഴക്കങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുടന്ത ന്യായമോ മുട്ടായുക്തിയോ പിണറായി വിജയൻ കാണിച്ചാൽ അത് സമ്മതിക്കില്ല എന്ന് ബിനോയ് വിശ്വം വളരെ നേരത്തെ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സഭയിൽ വേറെ ബ്ലോക്കായിരിക്കാൻ CPI ഒരുങ്ങുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പൊട്ടിത്തെറിക്ക് സമാനമായ സാഹചര്യം ഉരുത്തിരിയുന്നു. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് വൈകി വന്ന ബോധോദയം എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബിനോയ് വിശ്വത്തെ പോലെ കഴിവും വിവരവുമുള്ള ഒരു നേതാവ് സംസ്ഥാന സെക്രട്ടറിയായി വന്ന ശേഷം പിണറായി വിജയൻ തൻ്റെ ഭരണകാലത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ ഭരണം പോലും നഷ്ടപ്പെടുമായിരുന്നില്ല. ശബ്ദിക്കേണ്ട സമയത്ത് ശബ്ദിക്കാതെ എല്ലാം കഴിഞ്ഞ് കൈവിട്ട് പോയ ശേഷം ശബ്ദിച്ചിട്ട് എന്താ കാര്യം? അപ്പോഴത്തേക്കും ആ വണ്ടി എത്രയോ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. പിന്നെ അതിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പം അതുപോലെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ അവസ്ഥ. ക്രൈം കഴിഞ്ഞ കാലത്ത് ഉയർത്തിയ സംഭവങ്ങളെല്ലാം തന്നെ സത്യസന്ധമായ വാർത്തകളായിരുന്നു. അത് അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ CK ചന്ദ്രപ്പൻ ലാവ്ലിൻ കേസിലെടുത്ത തീരുമാനങ്ങളും CPMനെതിരെ ശക്തമായി എടുത്ത നിലപാടുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടുള്ളതാണ്. CPIക്ക് വേറിട്ട ഒരു ശക്തിയുണ്ടെന്ന് തോന്നിയിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ ഭരണം വന്ന ശേഷം CPIക്ക് യാതൊരു വിലയുണ്ടായിരുന്നില്ല. പിണറായി വിജയന്റെ കാല് ചവിട്ടി തേക്കാനുള്ള ഒരു സാധനം മാത്രമാണ് CPI എന്നുള്ള നിലയിലാണ് അദ്ദേഹം പോയത്. അതിലെ മന്ത്രിമാരാകട്ടെ അതിലെ പാർട്ടിയാകട്ടെ ഒന്നും മിണ്ടാതെ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾക്കെല്ലാം കൂട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ദുർഗതി വന്നിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ CPIക്ക് ഇത്തരം ദുർഗതി വരുമായിരുന്നില്ല. അപ്പം ഭരണം പോയപ്പോൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണിയായ പോലെയാണ് ഈ ഇടതുപക്ഷ മുന്നണി. അതിൽ വലിയേട്ട മനോഭാവം കാണിക്കുകയാണ് CPM. തകർന്ന് തരിപ്പണമായപ്പോലും ആയിട്ടും പാഠം പഠിക്കാതെ ഇരിക്കുന്ന ആ പാർട്ടിയുടെ ഗതികേടിനെ പറ്റി ആലോചിച്ച് നോക്കൂ. ഭരണം വന്നത് എങ്ങനെ? UDFന് അധികാരം കിട്ടി, 102 സീറ്റ് കിട്ടി. എന്നിട്ട് പോലും അവർ ചെയ്തെന്താണ്? CMPയെ ചേർത്ത് പിടിച്ചു. വല്ല ആവശ്യമുണ്ടോ? കാരണം CMP ഇല്ലാതെ കൃത്യമായി 102-ൽ 101 സീറ്റ് ഉണ്ട്. ആ CMPയെ ചേർത്ത് പിടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അവർ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടാണ് പാർട്ടി UDF മുന്നോട്ട് പോകുന്നത്. ആരെയും വിട്ടുകളയില്ല എന്നുള്ളൊരു മെസ്സേജാണ്. CMPക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു. അത് തന്നെ CMPയുടെ സംസ്ഥാന സെക്രട്ടറി ആയ CP ജോണിന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മന്ത്രിസ്ഥാനം കൊടുത്തു. അത് തിരിച്ചറിയാനുള്ള ബോധോദയം ഈ CPM എന്നുള്ള പാർട്ടിക്ക് ഇല്ല. അതിലുപരിയായിട്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ MV ജയരാജൻ എന്ന് പറയുന്ന 2 പേർക്ക് തങ്ങളുടെ ധാർഷ്ട്യവും അഹങ്കാരവും വെച്ച് പുലർത്താനുള്ള ഒരു സംഭവമായി LDF എന്നുള്ള പ്രസ്ഥാനം. LDF എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവമാക്കി മാറ്റേണ്ടതിന് പകരം ഞങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ അടിമകളാണ് എന്നുള്ള ചിന്താഗതി മുമ്പ് ഭരണത്തിലുണ്ടായിരുന്ന അതേ മനോഭാവം വലിയേട്ട മനോഭാവമായി കൊണ്ടു നടക്കുകയാണ്. തകർന്നു തരിപ്പണമാകുന്ന സമയത്ത് പാർട്ടിയെ എങ്ങനെയെങ്കിലും മുന്നണിയെ എങ്ങനെയെങ്കിലും ശക്തമാക്കി കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗമല്ലേ CPM കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോൾ എന്ത് ചെയ്യണം? ഉദാര മനസ്ഥിതിയായിരിക്കണം. എല്ലാവരും ചേർത്ത് പിടിക്കുന്നതിൽ ഏറ്റവും അധികം കൂടെ നിൽക്കുന്നത് CPI ആണ്. CPI എന്നുള്ള വലിയൊരു പ്രസ്ഥാനമല്ല എങ്കിലും പക്ഷെ അവര് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ്. ആ കക്ഷിക്ക് അതിൻ്റെതായ മാന്യത കൊടുത്തു എന്നുള്ളതെങ്കിലും കാണിക്കണ്ടേ? അതാണ് ഇന്നലെ VD സതീശൻ ചോദിച്ചത്. നിങ്ങൾ ഞങ്ങളെപ്പറ്റി പറയുന്നതിന് പകരം നിങ്ങൾ തമ്മിലുള്ള അടി തീർക്ക്. ഞങ്ങളുടെ മുന്നണിക്കുള്ളിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ
അത് ഞങ്ങൾക്ക് തീർക്കാൻ അറിയാം. KPCC-നുള്ളിലുള്ള പ്രശ്നങ്ങളോ ആരെ നിയമിക്കണം എന്നുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ പ്രശ്നങ്ങളോ അതൊക്കെ ഞങ്ങൾ തീർത്തോളും, അതിന് പാർട്ടിയുണ്ട്. പക്ഷെ നിങ്ങൾ CPI ഇതുവരെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? CPIയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. അത് VD സതീശൻ കൃത്യമായി കുത്തേണ്ടടുത്താണ് കുത്തിയത്. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ടതാണ്. പക്ഷെ അതിന് കൊള്ളേണ്ട ആൾക്കാരില്ലല്ലോ. സാർ, ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, ഇപ്പൊ CPM-ന്റെ 13 മന്ത്രിമാര് തോറ്റപ്പോൾ CPIയുടെ ഒരേ ഒരു മന്ത്രി മാത്രമാണ് തോറ്റത്. അപ്പൊ ജനകീയ സ്വീകാര്യതയിൽ CPM-നെ അപേക്ഷിച്ച് CPIക്ക് കുറച്ചുകൂടി മേൽക്കൈ വേണമെന്നുണ്ടെങ്കിൽ അവകാശപ്പെടാം. ഇവിടെ നോക്കൂ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ PM ശ്രീ പദ്ധതി CPI എതിർത്തതിന്റെ പേരിൽ മാത്രമാണ് പിണറായി വിജയൻ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. ആ ഒരു ചുരുക്ക് പിണറായി വിജയൻ CPIയോട് ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ തന്നെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും അതിന് അദാനി ഗ്രൂപ്പുമായി നേരത്തെ തന്നെ അതിന്റെ ചർച്ചകൾ നടത്തിയിരുന്നു. VD സതീശന്റെ തലയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന്, ആ ഒരു പാപഭാരം വയ്ക്കുന്നതിന് CPI പ്രകടമായി തന്നെ അതിനെതിരാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പൊ PM ശ്രീയിലും ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും എല്ലാം CPI അവരുടേതായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. CPM-ന്റെ കൂടെ അവർ ചേർന്ന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രതിപക്ഷ നിരയിൽ തന്നെ 2 പ്രതിപക്ഷ ധ്രുവീകരണം നിര ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CPI സഭയിൽ വേറിട്ട് നിൽക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അത് വലിയ ക്ഷീണം ചെയ്യില്ലേ? അല്ല, മൊത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ CPM എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നിൽക്കുന്ന CPIക്കും അത് ബാധകമാണ്. അപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം എന്താണ്? VD സതീശൻ നിയമസഭയിൽ ഏത് കാര്യത്തിനും മറയാക്കി അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്നത് ഒരു വിരൽ ചൂണ്ടുമ്പോൾ 9 വിരൽ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് PM പദ്ധതിയുടെ കാര്യത്തിലായാലും വിഴിഞ്ഞം പദ്ധതിയുടെ ഏത് കാര്യത്തിലായാലും പിണറായി വിജയൻ എടുത്ത കാര്യങ്ങൾ രേഖാമൂലം കാണിക്കുമ്പോൾ മറുപടിയായി. പിന്നെ ഉത്തരം മിണ്ടാതിരിക്കേണ്ട അവസ്ഥയാണ് CPM-നുള്ളത്. അതുകൊണ്ടാണല്ലോ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ പിണറായി വിജയനെ നോക്കി എന്തെങ്കിലും വാ തുറന്ന് സംസാരിക്കി മനുഷ്യ എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയേണ്ട ഗതികേട് വന്നത്. അതിപ്പോ KM ബാലഗോപാലൻ നിരസിച്ചിട്ടുണ്ട്. അത് മാനിപ്പുലേറ്റഡ് ആണ്, അത് AI നിർമ്മിതമാണ്. ഞാനൊരിക്കലും അങ്ങനെ മുൻ CM-നോട് കയർത്ത് സംസാരിച്ചതല്ല എന്ന രീതിയിൽ KM ബാലഗോപാലിന്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്താ നിയമസഭാ രേഖയിലുള്ള കാര്യമല്ലേ? സഭാ TV-ന്റെ കാര്യത്തിൽ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ എന്താ, അത് മുതിർന്ന നേതാക്കന്മാരോട് അങ്ങനെ തട്ടിക്കയറണ്ട, അത് ശരിയാവില്ല എന്ന് പറയുന്ന തമ്മിൽ അവിടെ അടിച്ചോ, നിങ്ങൾ അടിക്കുന്ന ഇവിടെ വേണ്ട എന്നാണ് പറഞ്ഞർത്ഥം. അങ്ങനെ CPM-ന്റെ ഉള്ളിൽ തന്നെ ഒരു അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് CPI-യെ കൊണ്ട് PIയുടെ പ്രശ്നം നടക്കാനൊന്നും സമയമില്ല. ജനങ്ങളുടെ പ്രശ്നം പഠിക്കാനോ പരിഹരിക്കാനോ യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനോ സമയമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ CPM-ന്റെ ഉള്ളിൽ. കാരണം പിണറായി വിജയനെതിരെ അതിലെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. EP ജയരാജനായിക്കോട്ടെ, അതേപോലെ P ജയരാജനായിക്കോട്ടെ, MV ജയരാജനായിക്കോട്ടെ, അതേപോലെ പാർട്ടിയുടെ എല്ലാ മേഖലകളിലും ആളുകളെല്ലാം പിണറായി വിജയൻ എങ്ങനെ പുറത്താക്കാമെന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ അവർക്ക് CPI-യുള്ള പ്രശ്നം പരിഹരിക്കാൻ എവിടെ സമയം? അതായത് മുന്നണി ദുർബലമായിരിക്കുന്നു. CPM എന്തായാലും തകർന്നു തരിപ്പണമാവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ CPI-യും കൂടെ തകർന്നു തരിപ്പണമാവാതിരിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം, സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട കാര്യം, ഏറ്റവും നല്ലത് അവർ മാറി നിൽക്കുന്നത് തന്നെയാണ്. എന്നിട്ട് ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് ആ പാർട്ടിയെ ശക്തമാക്കി യഥാർത്ഥ പ്രതിപക്ഷമാക്കി ഡെവലപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ 8 MLA-മാരുണ്ടല്ലോ. ഈ 8 MLA-മാർ വിചാരിച്ച കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൽ ഇപ്പോൾ CPI-ക്ക് ശക്തിപ്പെടുത്താൻ കഴിയും. CPM ഒഴുകാൻ പോവുകയാണ്. അവിടെ നിന്ന് യഥാർത്ഥ ഇടതുപക്ഷത്തിലേക്ക് മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് CPM-ലെ അണികൾ, അവിടുത്തെ മെമ്പർമാർ. ഇപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം കേരളത്തിലെ എല്ലാ മേഖലകളിലും ആഞ്ഞടിക്കുമ്പോൾ അവർക്കൊരു വഴി വേണം. ഒരു സംശയം ചോദിച്ചോട്ടെ ഇതിനിടയിൽ, അതായത് ഇപ്പോൾ ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും ഉണ്ടായിട്ടുള്ള ഈ വിമത നീക്കം, അതുപോലെ തന്നെ RMP, ഇതുപോലെ നിരവധി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്ന് CPI-ക്ക് ഏതെങ്കിലും തരത്തിലൊരു ധാരണയോടുകൂടി പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ UDF ആണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ആശാസമരത്തിൽ ബിനോയ് വിശ്വം എടുത്ത നിലപാട് എന്താണ്? ആ നേതാക്കൾ വന്ന് ബിനോയ് വിശ്വത്തോട് പറഞ്ഞപ്പോൾ തട്ടിക്കയറുകയായിരുന്നു ചെയ്തത്. പിന്നീട് പറഞ്ഞു തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കുത്തക മുതലാളി ബൂർഷ ലൈനിലേക്ക് പോയ CPM-ന്റെ നിലപാടിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷമായി CPI വളരുക, CPI പ്രവർത്തിക്കുക,
ആ പ്രവർത്തിക്കുമ്പോൾ CPM-നുള്ള ഇത്തരത്തിലുള്ള ആളുകൾ എങ്ങോട്ട് ഒഴുകും? CPI-ലേക്ക് ഒഴുകും. അവർക്ക് ഒരുമിച്ച് RMPയും CMPയുമായിട്ടൊക്കെ യോജിച്ചുകൊണ്ട് ഒരു ബദലായിട്ടുള്ള ഒരു CPM-ന് ബദലായിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിനെ ഡെവലപ്പ് ചെയ്യാൻ CPI-ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ CPM-നോട് ഒട്ടി നിൽക്കാതെ നിയമസഭയിൽ വേറിട്ട് നിൽക്കുകയും ആ വേറിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ RMPയും അതേപോലെ CMPയും പോലുള്ള ഇടതുപക്ഷത്തിന്റെ ശൈലിയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടികളുമായിട്ട് ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കുകയും അതേപോലെ വി കുഞ്ഞികൃഷ്ണനെയും അതേപോലെ TK ഗോവിന്ദനെ പോലെയുള്ള അതേപോലെ G സുധാകരനെ പോലുള്ള ആളുകൾക്കെല്ലാം ഒരു വേദി ഒരുക്കുകയും അങ്ങനെ കേരളത്തിൽ CPM-ന് ബദലായിട്ട് ശക്തമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തിലേക്ക് മാറാനും കേരളത്തിൽ ഇടതുപക്ഷത്തെ ശക്തമാക്കാനും കഴിയും. ഇടതുപക്ഷ ആശയങ്ങളുള്ള ആളുകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ CPIക്ക് ശക്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ എവിടെയും കയ്യിൽ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ CPIക്ക് ഉള്ളൂ എന്നുള്ള നിലയിൽ നിന്നും അവർക്ക് ശക്തിപ്പെടുന്നത് അങ്ങനെയാണ്. അത് ശക്തമായുള്ള നിലപാടെടുക്കണം. സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വെളിയം ഭാർഗവനെ പോലെ ചന്ദ്രപ്പനെ പോലുള്ള ശക്തരായിട്ടുള്ള നേതാക്കൾ ഇല്ലാത്തത് CPIയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപര്യാപ്തതയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. കഴിഞ്ഞ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം നമ്മുടെ ബിനോയ് വിശ്വത്തെ ഞാനൊക്കെ ബഹുമാനിക്കുന്ന നേതാവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പ്രവർത്തിച്ച രീതി ഗുഡ് ഫോർ നത്തിങ് ആണ്. അത് നമുക്ക് ആശാസമരത്തിൽ മാത്രം എടുത്ത് കളിച്ചാൽ മതിയല്ലോ. ആശാസമരത്തിന്റെ കാര്യത്തിൽ അന്ന് ബിനോയ് വിശ്വം ശക്തമായ നിലപാടെടുത്തെങ്കിൽ പിണറായി വിജയൻ മുട്ടുമടക്കില്ലേ? അത്തരം കാര്യങ്ങളെല്ലാം പഞ്ചപുച്ഛമടക്കി പിണറായി വിജയൻ ആസനം താങ്ങി നിന്ന ഒരു ഏർപ്പാടാണ് ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പാർട്ടി ഇത്രയും തകർന്നു തരിപ്പണമാവാൻ കാരണം. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവണമെങ്കിൽ ശക്തമായി നിലപാടെടുക്കണം. ആശയപരമായിട്ടുള്ള നിലപാടെടുത്ത് പിണറായി വിജയൻ നടത്തിയുള്ള അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. അതോടൊപ്പം ഇടതുപക്ഷ നിലപാടെടുത്തുകൊണ്ട് ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേറിട്ട് അരക്കിട്ട് ഉറപ്പിക്കണം. എന്നിട്ട് ആ നിലപാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ കൂടെ വരും. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് എല്ലാ കാലത്തും. അല്ലാതെ പിണറായി വിജയൻ കാണിക്കുന്ന പോലെ ഈ ഹിന്ദു വർഗീയത ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ അവരെ എല്ലാ തരത്തിലും വിറപ്പിച്ച് അല്ലെങ്കിൽ മോശപ്പെടുത്തി അവർക്ക് അവരുടെ അവകാശങ്ങളെ പോലും തള്ളിക്കളഞ്ഞ് ആ നിലപാടൊക്കെ എടുത്ത് പാർട്ടിയെ ഇല്ലാതാക്കി ഹിന്ദു വർഗീയതയുടെ കൂടെയാക്കി. ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഹിന്ദു വർഗീയതയാണെങ്കിലും എതിർക്കപ്പെടേണ്ടതാണെന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ ഹിന്ദു വർഗീയത ഉണ്ടാക്കി വെള്ളാപ്പള്ളിയെപ്പോലുള്ള ആളുകളെ കാറിൽ കയറ്റി കേരളത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയതിന്റെ ബലം കൂടിയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ പരാജയപ്പെട്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ജനങ്ങളോടൊപ്പം നിന്ന് ആശയത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ CPIക്ക് വളരാൻ പറ്റും. ഇത് തന്നെയാണ് ദിവാകരൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ദിവാകരൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പാർട്ടി ഇങ്ങനെ പിണറായി വിജയന്റെ കൂടെ നിന്നാൽ പാർട്ടി ഇല്ലാതാകും. ആ പാർട്ടി ഇല്ലാതാകുന്നത് രക്ഷപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കണം. അതിന് ഏറ്റവും നല്ലത് പാർട്ടി നിയമസഭയിൽ വേറിട്ട് നിൽക്കുകയും ഇടതുപക്ഷ ചിന്താഗതിയുള്ള CMPയും RMPയും പോലുള്ള ആളുകളെയും വ്യക്തികളെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വ സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം വരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് പിണറായിയുടെയും CPM-ന്റെയും ആട്ടും തുപ്പും സഹിച്ച് ഇനി CPI അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് സാറിന്റെയും അഭിപ്രായം. അത് മാത്രമല്ല, കൃത്യമായ നിലപാടെടുത്താൽ CPM-ന്റെ ഇപ്പോഴത്തെ MLA-മാരിൽ ബഹുഭൂരിപക്ഷവും പിണറായി വിജയനെതിരാണ്. കാരണം പിണറായി വിജയനെയും കൊണ്ടുപോയാൽ തലയിൽ കയറ്റി ചുമന്നാൽ ആ ചുമക്കുന്ന വിഴുപ്പ് പാണ്ഡത്തിന്റെ ദുർഗന്ധം പാർട്ടിക്കുള്ളിലേക്കും അതേപോലെ പ്രസ്ഥാനത്തിന്റെ അടിവേരിലേക്കും ഇറങ്ങും. അത് പാർട്ടി ഇല്ലാതാകും. ഈ ത്രിപുരയിലും ബംഗാളിലും തകർന്ന പോലെ പാർട്ടി ഇടതുപക്ഷവും ഇല്ലാതായിത്തീരും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെന്ന് ഉള്ളത് കൊണ്ടാണ് ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ അടക്കം നിയമസഭയിൽ പൊട്ടിത്തെറിച്ചത്. രാജീവ് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയന്റെ മുഖമാണ് കേരളത്തിൽ തോൽവിക്ക് പ്രധാനമായി തീർന്നത്. LDF അല്ലാതെ മറ്റാരും LDF അല്ലാതെ മാറ്റാൻ ജനങ്ങൾ അറപ്പും വെറുപ്പോട് കൂടിയിട്ട് ആ ഫോട്ടോ കണ്ട് ആ ബോർഡ് കണ്ട് മാറ്റിക്കുത്തുകയായിരുന്നു എന്ന് ഇൻഡയറക്റ്റ് ആയി പറഞ്ഞത്. ഇതേപോലെ ഓരോ മേഖലയിൽ നിന്നും അത് കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. EP ജയരാജൻ പൊട്ടിത്തെറിച്ചതും അതിലെ ശ്രീമതി ടീച്ചർ പൊട്ടിത്തെറിച്ചതും ശൈല ടീച്ചർ പൊട്ടിത്തെറിച്ചതും അതൊക്കെ അതിന്റെ ഭാഗമാണ്. ആ ഭാഗം അവരെല്ലാവരും കോർത്തണം. ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് CPM എന്തായാലും നന്നാവും പോകുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ
ബിനോയ് വിശ്വത്തിന് കൃത്യമായി അവസരമുണ്ട്. ആ അവസരം ഉപയോഗിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത്.